ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സെക്കൻഡ് ബ്ലോക്ക് പൊതുവെ തിയറിറ്റിക്കൽ ഭാഗങ്ങളാണ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട തിയറികളിലൊന്നാണ് തേർഡ് യൂണിറ്റിലെ വേൾഡ് സിസ്റ്റം തിയറി. ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു തിയറിയാണ് ഇമ്മാനുവൽ വാലസ്ട്രെയിൻ്റെ വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആഗോള അസമത്വത്തെക്കുറിച്ചുള്ളൊരു ബഹൃതായ ഒരു വിശകലന സമീപനമാണ് ഇമ്മാനുവൽ വാലസ്ട്രെയിൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. ഒരു വലിയ ഭൂപ്രദേശത്തെ ഭൂതക്കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് ഈ ഒരു സിദ്ധാന്തം ലോകത്തെ സമീപിക്കുന്നത്. അതായത് നമ്മൾ വലിയൊരു പ്രദേശം എടുത്ത് അതിനൊരു ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ തോന്നുക, അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഈ ഒരു തിയറി ലോകത്തെ സമീപിക്കുന്നത്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് സമ്പദ് വ്യവസ്ഥകളെയും രാഷ്ട്രീയത്തെയും സമൂഹങ്ങളെയും രൂപപ്പെടുത്തിയ സങ്കീർണമായ ശക്തികളെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു സിദ്ധാന്തം മുതലാളിത്ത ലോക സമ്പദ് വ്യവസ്ഥയെ ഒരു സമ്പൂർണ്ണ സാമൂഹിക വ്യവസ്ഥ എന്നതിന്, അതായത് ടോട്ടൽ സോഷ്യൽ സിസ്റ്റം എന്നുള്ള നിലയിൽ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇമ്മാനുവൽ വാലസ്ട്രെയിൻ 1930 മുതൽ 2019 വരെയാണ് ഉണ്ടായിരുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രവും വികാസവും മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ ചിന്തകനായിരുന്നു അദ്ദേഹം. 1970കളിൽ അദ്ദേഹം വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലൊന്നായിട്ടുള്ള ദ മോഡേൺ വേൾഡ് സിസ്റ്റം, ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ദ യൂറോപ്യൻ വേൾഡ് എക്കോണമി ഇൻ ദ 16th സെഞ്ച്വറി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അദ്ദേഹം കൊളംബിയ, മക്കിൽ, ബിങ്ഹാംടൺ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകനായിരുന്നു. ഈ ഒരു ലോക വ്യവസ്ഥയുടെ ഉത്ഭവം, ഇനി അദ്ദേഹത്തിൻ്റെ തിയറീസിലേക്ക് വരാം. വാലസ്ട്രെയിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഇന്ന് കാണുന്ന രീതിയിലുള്ള ലോക വ്യവസ്ഥ ആരംഭിച്ചത് ഏകദേശം 1500 സെഞ്ച്വറിയിലാണ്. യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള ലോകത്തിൻ്റെ പുതിയ ഭാഗങ്ങൾ കീഴടക്കുകയും അവരെ ലോക വ്യാപാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് ഇത് തുടങ്ങുന്നത്. അതായത് യൂറോപ്പിലുള്ള കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റൊക്കെ യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള ലോകത്തിൻ്റെ ഭാഗങ്ങൾ കീഴടക്കി അവയെ ലോക വ്യാപാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം തുടങ്ങുന്നത്. ഇത് അസമമായ വ്യവസ്ഥ ഇന്നും അന്യായമായ വ്യാപാര ഇടപാടുകളിലൂടെ തുടരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോകവ്യവസ്ഥാ സിദ്ധാന്തവും ഡിപ്പെൻഡൻസി സിദ്ധാന്തവും തമ്മിൽ, ഈ ലോകവ്യവസ്ഥാ സിദ്ധാന്തം അതുപോലെ ഡിപ്പെൻഡൻസി സിദ്ധാന്തം വിമർശനങ്ങളോടുള്ളൊരു പ്രതികരണമായിട്ടാണ് ഉയർന്നു വന്നത്. അതായത് ഒരുപാട് ആളുകൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡൻസി സിദ്ധാന്തത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു എതിർപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേൾഡ് സിസ്റ്റം തിയറി മുന്നോട്ട് വന്നത്. ഇതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, മുന്നേ കോളനികൾ എന്നേക്കുമായൊരു ആശ്രിതത്തിൻ്റെ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കില്ലെന്ന് വാലസ്ട്രെയിൻ അംഗീകരിക്കുന്നു. അതായത് മുൻ കോളനികളായിട്ടുള്ള രാജ്യങ്ങൾ എന്നേക്കുമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആശ്രിതത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കീഴിലാവുന്നതിൻ്റെ അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കില്ലെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. രാജ്യങ്ങൾക്ക് ഈ ശ്രേണിയിൽ മുകളിലേക്കോ താഴേക്കോ നീങ്ങാൻ സാധിക്കും. ഇത് ഡിപ്പെൻഡൻസി സിദ്ധാന്തത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. അതായത് ഒരു രാജ്യം ഡിപ്പെൻഡൻസി തിയറി അനുസരിച്ച് എന്താണ്, ഒരു രാജ്യം ഇതിൻ്റെ കീഴിലാണെങ്കിൽ അതിൽ മാത്രമായിരിക്കും. എന്നാൽ ഈ ഒരു വേൾഡ് സിസ്റ്റം തിയറി അനുസരിച്ച് എന്താണ്, ഒരു മൊബിലിറ്റി, നമ്മൾ മുന്നേ സോഷ്യൽ മൊബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു മൊബിലിറ്റി അനുസരിച്ച് താഴേക്കോ മുകളിലേക്കോ എന്താണ് നീങ്ങാനും മറ്റൊക്കെ സാധിക്കും. എന്നാൽ ആഗോള മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ ചില രാജ്യങ്ങൾ ദാരിദ്ര്യമായിട്ടെങ്കിലും നിലനിർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതായത് ഇപ്പോൾ ഈ ലോകത്ത് തന്നെ എന്താണ്, ചില രാജ്യങ്ങൾ ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ദരിദ്രമായിട്ട് നിലനിർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കുന്ന തെറ്റായ സമീപനമാണെന്ന് വാലസ്ട്രെയിൻ വാദിച്ചു. അതായത് ഏതെങ്കിലും രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പഠനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള സമീപനമാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആധുനിക കാലത്ത് ഗവൺമെൻറ്റുകളുടെ ശക്തി കുറയുകയും
ആഗോള കോർപ്പറേഷനുകളുടെ ശക്തി അത്ഭുതപൂർണ്ണമായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോർപ്പറേഷനുകൾ ദേശീയ അതിരുകൾക്കപ്പുറം പ്രവർത്തിക്കുന്നു. അവയെ നിയന്ത്രിക്കാൻ സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും പരിമിതമാണ്. അതിനാൽ എന്താണ്, ഈ രാജ്യങ്ങളുടെ ദാരിദ്ര്യവും സമ്പത്തും മനസ്സിലാക്കാൻ നാം ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളെയും കോർപ്പറേഷനുകളെയുമാണ് പഠിക്കേണ്ടത്. ഇത് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്. അദ്ദേഹം പ്രധാനമായിട്ടും വേൾഡ് സിസ്റ്റം തിയറിയിൽ 3 ടയർ സിസ്റ്റം, ലോക വ്യവസ്ഥയെ 3 തട്ടായിട്ട് തരംതിരിച്ചു. കോർ, പെരിഫറി, സെമി പെരിഫറി എന്ന് പറഞ്ഞിട്ട്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേന്ദ്രം. കോറിൻ്റെ പ്രത്യേകത എന്താണ്, സമ്പന്നവും വ്യാവസായികവുമായിട്ടുള്ള രാജ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. മുൻ കൊളോണിയൽ ശക്തികളാണ് ഇവർ. ലോക വേതനം നിയന്ത്രിക്കുകയും ഉൽപ്പാദന വസ്തുക്കളുടെ നിർമ്മാണത്തിന് കുത്തക സ്ഥാപിക്കുകയും ചെയ്യും. അവരാണ് മെയിനായിട്ടുള്ളത് കോറിൽ വരുന്ന ആളുകൾ. പിന്നെ അതിൻ്റെ ഇതിൽ വരുന്നതാണ് പെരിഫറി എന്ന് പറയുന്നത്. ദുർബലരായിട്ടുള്ള മുൻ കോളനികൾ. കേന്ദ്രത്തിനും അർദ്ധ പെരിഫറിക്കും അസംസ്കൃത വസ്തുക്കളും തൊഴിലാളികളെയും നൽകുന്നത്. ഇവരാണ് ഈ റോ മെറ്റീരിയൽസ്, ഫസ്റ്റ് പറഞ്ഞ കേന്ദ്രത്തിനും അതുപോലെ ഇതിന് താഴെ വരുന്ന അർദ്ധ പെരിഫറി രാജ്യങ്ങൾക്കും റോ മെറ്റീരിയൽസും തൊഴിലാളികൾ നൽകുന്നത് ഇവരാണ്. പിന്നെന്താണ്, കേന്ദ്ര രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള വിപണികളായിട്ടും ഇവർ വർത്തിക്കുന്നു. പിന്നെ മൂന്നാമത് വരുന്നതാണ് സെമി പെരിഫറി. കേന്ദ്രത്തിനും പെരിഫറിക്കും ഇടയിലുള്ള രാജ്യങ്ങൾ. അവരുടെ നഗരപ്രദേശങ്ങൾ കേന്ദ്രത്തെ പോലെയും ഗ്രാമപ്രദേശങ്ങൾ പെരിഫറിയെ പോലെ ആയിരിക്കും. രണ്ടും പാടെ കൂടി ചേർന്നൊരു ഇതാണ്. നഗരപ്രദേശങ്ങൾ കേന്ദ്രത്തെ പോലെ ശക്തമായിരിക്കും, മറ്റ് ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പെരിഫറി. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളാണ് ഇതിന് ഉദാഹരണമായിട്ട്. അപ്പോൾ വാലൻസ്റ്റൈൻ്റെ വേൾഡ് സിസ്റ്റം തിയറി പറയുമ്പോൾ നമ്മൾ കോറായിട്ട് പറയേണ്ടത് അതായത് പ്രധാനമായിട്ട് പറയേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഈ കോറ്, പെരിഫറി, സെമി പെരിഫറി. കേന്ദ്രം എങ്ങനെ ലാഭം കൊയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കേന്ദ്രം എന്താണ്, പെരിഫറിയിൽ നിന്ന് ലാഭം കൊയ്യുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അന്യായമായിട്ടുള്ള വ്യാപാര നിയമങ്ങൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും കാർഷിക സബ്സിഡികൾ ആഫ്രിക്കൻ കർഷകരെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അതുപോലെ കോർപ്പറേഷനുകൾക്കുള്ള നികുതി ഇളവുകൾ. സാംബിയയിലെ ഗ്ലെൻകോർ എന്ന ഖനന കമ്പനി കോടിക്കണക്കിന് ഡോളറിൻ്റെ കയറ്റുമതി നടത്തിയിട്ടും നാമമാത്രമായിട്ടുള്ള നികുതി അടയ്ക്കുകയും ഖനനത്തിൻ്റെ വൈദ്യുതി ചെലവ് സാംബിയൻ ഗവൺമെൻറ്റിൻ്റെ തലയിലാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ലാഭം കൊയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് സാംബിയയിൽ ഗ്ലെൻകോർ എന്നൊരു കമ്പനി അവിടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ കയറ്റുമതി നടത്തി. എന്നാൽ ആകെ ചെറിയ രീതിയിലുള്ള നികുതി മാത്രമാണ് അടച്ചത്. അതിൻ്റെ വൈദ്യുതി ചെലവ് ഫുള്ള് സാംബിയൻ ഗവൺമെൻറ്റിൻ്റെ തലയിലാവുകയും ചെയ്തു. പിന്നെ വരുന്നതാണ് ഭൂമി കയ്യേറ്റം. പാശ്ചാത്യ കമ്പനികൾ ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി വാങ്ങി അവിടെ വിളകൾ നട്ട് പാശ്ചാത്യ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇത് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കാൻ കാരണമായി. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് എങ്ങനെയാണ് കേന്ദ്രം ലാഭം കൊയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അതിന് ജസ്റ്റ് ഉദാഹരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അതിൻ്റെ കുറച്ച് വിമർശനങ്ങൾ, വേൾഡ് സിസ്റ്റം തിയറിയുടെ വിമർശനങ്ങളാണ് പറയുന്നത്. ഒന്ന്, സാമ്പത്തിക നിർണയവാദം, എക്കണോമിക് ഡിറ്റർമിനിസം. ഈ സിദ്ധാന്തം സാമ്പത്തിക ഘടകങ്ങൾക്കും മുതലാളിത്തത്തിനും അമിത പ്രാധാന്യം നൽകുന്നു. അഴിമതി, വംശീയ സംഘർഷങ്ങൾ, മതപരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ തുടങ്ങിയിട്ടുള്ള കാരണങ്ങളൊക്കെ ഇത് അവഗണിക്കുന്നു. പിന്നെ മറ്റൊന്ന് പറയുന്നത് അവ്യക്തമായിട്ടുള്ള സങ്കല്പങ്ങൾ. ഇപ്പോൾ ഇതിൽ പറഞ്ഞ കേന്ദ്രം, പെരിഫറി, അർദ്ധ പെരിഫറി എന്നീ വിഭജനങ്ങൾ അവ്യക്തമാണ്. ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് വിഭജിച്ചതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പ്രാദേശിക ഏജൻസിയെ അവഗണിക്കുന്നു. രാഷ്ട്രീയം, സംസ്കാരം, പ്രാദേശിക തീരുമാനം തുടങ്ങിയവ ഈ സിദ്ധാന്തം വേണ്ടത്ര പരിഗണിക്കുന്നില്ല. പിന്നെ അമിതമായിട്ടുള്ള ഓവർ സിംപ്ലിഫിക്കേഷൻ. കേന്ദ്രം പൂർണ്ണമായിട്ട് പെരിഫറിയെ അടക്കി ഭരിക്കുന്നു എന്ന വാദം വളരെ സിംപ്ലിഫൈ ആയി. ചില പെരിഫറൽ രാജ്യങ്ങൾ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി ഉപയോഗിച്ച് വിജയകരമായിട്ട് വികസിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന പോലെ ഒന്നുമല്ല, ചില അവർ മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് വേൾഡ് സിസ്റ്റം തിയറിയെക്കുറിച്ച് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഇമ്മാനുവൽ വാലൻസ്റ്റൈൻ ആണ് ഇത് കൊണ്ടുവന്നത്. നിങ്ങൾ ഈ 3 എന്തായാലും പഠിക്കുക. കാരണം ഇതിൻ്റെ വേൾഡ് സിസ്റ്റം തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 തട്ടായിട്ട് തരംതിരിച്ചു എന്നുള്ള ഇതാണ്. കോറ്, പെരിഫറി, സെമി പെരിഫറി എന്നുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.